നമുക്ക് പപ്പടം കൊണ്ടൊരു ഉപ്പേരി ഉണ്ടാക്കിയാലോ? അച്ഛമ്മയ്ക്ക് ഉണ്ടാക്കാറുള്ള ഒരു റെസിപ്പി ആട്ടോ. പിന്നെ അതെൻ്റെ അമ്മ ഉണ്ടാക്കി തുടങ്ങി. ഞങ്ങളുടെ ഫേവറേറ്റാണ്. ഇതുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട കഴിക്കാൻ. ഇല്ല ഇപ്പം പച്ചക്കറി ഇട്ട് എന്തെങ്കിലും പരിപ്പ് കറിയോ മോരുകറിയോ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഇത് സൈഡായിട്ട് കഴിക്കാൻ അടിപൊളിയാണ്. അങ്ങനെ പപ്പടം കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് കത്രിക കൊണ്ട് വെട്ടാം. അമ്മയൊക്കെ കൈ കൊണ്ടാണ് കയറാറ്. ഞാനൊരു സ്റ്റൈലിന് വേണ്ടി കത്രിക കൊണ്ടൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ അത് എണ്ണയിൽ സാധാരണ പപ്പടം കോരുന്ന പോലെ മൊരിച്ചെടുക്കാം. ഒരു മോടി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉള്ളി, വെളുത്തുള്ളി, വേപ്പിൻ്റെ ഇലയും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് മെയിനായിട്ട് വേണ്ട ഒരു സംഭവം ഇടിമുളകാണ് കേട്ടോ. ഈ ഉള്ളിയും വെളുത്തുള്ളിയും മാറ്റി നിർത്തി നമുക്ക് ഇടിമുളക് മാത്രം ഇട്ടിട്ടും ഇതുണ്ടാക്കാം. ഞാനൊരു സ്റ്റൈലിൽ നിങ്ങൾക്കത് കാണിച്ചു തരല്ല എന്ന് വെച്ചാൽ അതിൻ്റെ ഫുള്ളായിട്ടുള്ള റെസിപ്പി കാണിച്ചു എന്നുള്ളൂ കേട്ടോ. ഉള്ളിയും വെളുത്തുള്ളി നന്നായി മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇടിമുളക്, ഞാനിവിടെ ഒരു കളർഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് കാശ്മീരി മുളകും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നല്ലോണം മൂപ്പിക്കണേ. അതിനുശേഷം ഒരു പൊടിക്ക് ഉപ്പും കൂടി ഇടണം. കാരണം ഈ മസാലയ്ക്ക് ഉപ്പ് ആവശ്യമുണ്ടല്ലോ, പപ്പടത്തിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നല്ലോണം മൂത്തതിന് ശേഷം നമുക്ക് ഈ പപ്പടം ഇതിലോട്ടിട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. പൊടിഞ്ഞു പോകാണ്ട് നോക്കിയോ, പൊടിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അതിങ്ങനെ ഒരു പൊടിച്ച് കഴിക്കാനുള്ളതല്ലേ. പക്ഷേ അതിൻ്റെ ഒരു ഭംഗി പോവും. അപ്പോൾ അത് പൊടിയാതെ ഇളക്കാം. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ അത്യാവശ്യം ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് ഈ മസാലയൊക്കെ ഇട്ടിട്ട് ചെപ്പിൽ തന്നെ ഇട്ടിട്ട് ഞാൻ മിക്സ് ചെയ്യാറ്. അപ്പോൾ പിന്നെ അധികം പൊടി. ഇങ്ങനെ ഒരു റെസിപ്പി ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ബായ്.